ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 4 കിടിലൻ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചൂട് സമയത്തും അതുപോലെ തന്നെ ഇഫ്താർ ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള 4 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ നാരങ്ങ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഉണ്ടല്ലോ, നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കുന്ന മിൻറ്റ് ലെമണേഡാണ്. ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഇത് തൊണ്ടോട് കൂടിയിട്ടാണെങ്കിലും അടിച്ചെടുക്കാം. പക്ഷേ അന്നേരം തന്നെ കുടിക്കണം. കുറച്ച് സമയത്തിന് ശേഷമാണെങ്കിൽ നമുക്കിത് കഴിച്ചു പോവും. അതുകൊണ്ടാണ് ഇതുപോലെ നീരെടുക്കുന്നത്. കുരുവെല്ലാം മാറ്റി കൊടുത്തിട്ട് ഇനി ഇതുപോലെ നീര് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച ശേഷം ഇതിലേക്ക് ഇനി മിൻറ്റ് ലീവ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അത്യാവശ്യം ഒരു പിടി അളവിൽ തന്നെ മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാവേ. ഇപ്പോൾ ഉണ്ടല്ലോ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റാണ്. ഇനി ഉണ്ടല്ലോ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പം അടിച്ചെടുത്ത ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി ഉണ്ടല്ലോ കസ്കസ് ഇട്ട് കൊടുക്കണം. വെള്ളത്തിൽ കുതിർത്ത് വെച്ച കസ്കസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രൈറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പകുതി ഭാഗത്തോളം ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി ഇതേപോലെ സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുക്കണേ. ഇതൊരു അടിപൊളി റീഫ്രഷിംഗ് ഡ്രിങ്കാണ്. ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടാണ്. ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടാൻ മറക്കരുതേ. അടുത്തതായിട്ടുണ്ടല്ലോ നമുക്കിനി ജിഞ്ചർ ലെമണേഡ് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ നാരങ്ങ നീര് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുരുവെല്ലാം മാറ്റിയ ശേഷം അടുത്തായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു പിടി പുതിന ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചെടുത്ത ജ്യൂസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ജിഞ്ചർ ലെമണേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സെറ്റായി. നല്ലൊരു റീഫ്രഷിംഗ് ഡ്രിങ്കാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അടുത്തായിട്ട് നമ്മളിവിടെ തയ്യാറാക്കുന്ന വാട്ടർമെലൺ ലെമണേഡാണ്. ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് തണ്ണിമത്തങ്ങ കുരു കളഞ്ഞ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്കുണ്ടല്ലോ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് അരിപ്പയിൽ അഴിച്ചെടുക്കാം. എന്തെങ്കിലും കുരുവൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനായിട്ടാണ്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് അതിലേക്ക് കസ്കസ് കൂടെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വാട്ടർമെലൺ ലെമണേഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ഡ്രിങ്ക് കൂടാണ് ഇത്. അപ്പോൾ ഇതും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മളിവിടെ തയ്യാറാക്കുന്ന ബ്രസീലിയൻ ലെമണേഡാണ്. ഇപ്പോൾ എല്ലാം ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലെമണേഡ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ തൊലിയോടുകൂടി കുരു കളഞ്ഞെടുത്ത നാരങ്ങ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പഞ്ചസാരയൊന്നും ചേർക്കേണ്ട. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിപ്പം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് കുറച്ച് ഐസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ബ്രസീലിയൻ ലെമണേഡും കൂടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ മനസ്സും വയറും ഒക്കെ തണുക്കുന്ന നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 4 ഡ്രിങ്ക്സും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.